അപ്പോഴേ നമ്മുടെ പറമ്പിൽ കാപ്പിക്കുരുവൊക്കെ നന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട്. പറിക്കാറായിട്ടുണ്ട്. കുറെയൊക്കെ പച്ചയുണ്ട്. കടയിലേക്ക് കൊടുക്കാൻ എടുക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല പഴം നോക്കിയാ പറിക്കുന്നത്. അപ്പൊ അച്ഛനെ മേളിൽ കയറിയിട്ട് ഏണിയൊക്കെ വെച്ചിട്ടാ പറിക്കുന്നത്. മേളിൽ നിന്നിങ്ങനെ പറിക്കുമ്പോഴത്തേനും കുറെയൊക്കെ കാപ്പിക്കുരു താഴെ വീഴും. അപ്പൊ അതങ്ങനെ താഴെ പോയതൊക്കെ പറക്കി കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പടുതാ വിരിച്ചേക്കുന്നത്. എന്നെ കൊണ്ട് എന്തായാലും ഏണിയുടെ മുഖത്തൊന്നും വലിഞ്ഞു കയറി പറിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ നിന്നെങ്ങാനും തലയും കുത്തി താഴെ വീണ് കഴിഞ്ഞാൽ എന്നാ ചെയ്യും? അപ്പൊ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞു ബക്കറ്റൊക്കെ തന്നിട്ടേ താഴെ നിന്ന് പറിക്കാവുന്നത് മാത്രം പറിച്ചാൽ മതി എന്നാ അച്ഛൻ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ പറിക്കുന്ന ഈ കാപ്പിക്കുരുവൊക്കെ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കാനിടും. പിന്നെ എല്ലാരും ഇതുപോലെ കാപ്പിക്കുരുവൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഇതുപോലത്തെ ഇരട്ടക്കുരു കണ്ടിട്ടുള്ളവരുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ ഇരട്ടക്കുരു കിട്ടുമ്പോഴത്തേനും ഇത് കടയിൽ പോലും കൊടുക്കാതെ ഞാൻ സൂക്ഷിച്ചു നോക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനൊന്നുമില്ല. ഇത് നന്നായിട്ട് ഉണങ്ങിയത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു പിടി ഇതുപോലെ വാരിയിട്ട് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് കുലുക്കി നോക്കുമ്പോഴത്തേനും അതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ആ പരിപ്പിന്റെ ഒരു കിലുക്കം കേൾക്കാം. ശരിക്കും ഇതൊന്നും അല്ല. ഇതെന്തുകൊണ്ട് കടയിൽ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അച്ഛയുടെ കയ്യിലത് ഇതുപോലൊരു പൊതി കാണും. പണ്ട് ഞാൻ കുട്ടിയായിരുന്നോണ്ട് 20 രൂപ ഒരു ബോണ്ടായിക്കായിരുന്നു. ഇപ്പൊ പിന്നെ പൈസയൊക്കെ കൂട്ടിത്തരാൻ തുടങ്ങിയിട്ടുണ്ട്.